ഹലോ ഗൈസ്, ഓട്ടോ ഡീലേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 2 ഇന്നോവയും 2 ക്രിസ്റ്റയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി നോക്കുവാണെങ്കിൽ 2014 മോഡൽ G4 ഇന്നോവയാണ്. നിലവിൽ HR രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. നമ്മൾ KL നമ്പറാക്കി കൊടുക്കുന്നതാണ്. KL 68 രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. G4 വേരിയൻ്റ് ആണ്. ഫുള്ളി വീലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എക്സ്ട്രാ സ്കേർട്ടിങ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊജക്ടർ ബാക്കിൽ ടെയിൽ ലാമ്പും മാറ്റിയിട്ടുണ്ട്. പിന്നെ അലോ വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണിത്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ 2,30,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫുൾ ഷോറൂം സർവീസ് അവൈലബിൾ ആണ്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇൻറ്റീരിയറൊക്കെ. സീറ്റ് കവേഴ്സ് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറാണ്. ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. AC കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ വ്യൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം നോക്കുവാണെങ്കിൽ വണ്ടിയിൽ LED ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്രോം എല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണർ ടൈപ്പ് ഒരു വൈപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ERDയുടെ ഒരു സ്കേർട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആക്കി. പിന്നെ എക്സ്ട്രാ നമ്മളൊരു 15 സൈസിൽ തന്നെ ആക്റ്റീവിലും ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റയുടെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്, മാനുവൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് നോക്കാം. ഇത് 2.8 G4 വേരിയൻറ്റ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 77,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. എല്ലാം ഷോറൂം സർവീസ് ഹിസ്റ്ററി ബില്ല് സൈത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സ്പെയർ കീ, സർവീസ് ബുക്ക്, കംപ്ലീറ്റ് ഷോറൂമിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വണ്ടി നോ റീപ്ലേസ്മെൻ്റ് ആണ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഫുൾ ഷോറൂം ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 2.8 G4 ആണ് വണ്ടി. ഇതിൻ്റെ ബാക്ക് നോക്കുവാണെങ്കിൽ നോർമൽ സ്റ്റോക്ക് ലുക്കാണ് വണ്ടി വന്നിട്ടുള്ളത്. നിലവിൽ ടെയിൽ ലാമ്പിൽ ചെറിയൊരു ക്രോമും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വ്യൂ വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. കിലോമീറ്ററിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഒരു തീരുമാനം അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പക്ക നീറ്റാണ്. ചെറിയൊരു കീറിൽ പോലും വന്നിട്ടില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുന്നത്. ഇന്നോവ ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറാണ് ഈ ചെറിയ റെഡ് കളർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2016 മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2.4 G4 മാനുവലാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ വെറും 95,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 80% ഒക്കെ 4 ടയറും ഉണ്ട്. പിന്നെ റീപ്ലേസ്മെൻറ്റ് നോക്കുവാണെങ്കിൽ മെയിൻ ക്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളൂ. അത് വണ്ടിയുടെ ഷോറൂം ഹിസ്റ്ററിയിലുള്ളതാണ്. ഫുൾ ഷോറൂം ഹിസ്റ്ററി നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. വേറെ ഒരു സാധനം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം നോക്കുവാണെങ്കിൽ 2.4 G4ൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. RC ഓണർ, ഫസ്റ്റ് ഓണർ ഡോക്ടറാണ്. നമ്മളിപ്പോൾ നമ്മുടെ പേരിലേക്ക് NOC കാര്യങ്ങളൊക്കെ എടുത്തു. ബാക്കൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് ലുക്ക് എങ്ങനെയാണ് ആ രീതിയിലുള്ള വണ്ടിയാണ്. ചെറിയൊരു ക്രോം കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മുടെ സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ്, റൂഫ് കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത്. അപ്പോൾ അടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2015 മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന ഒരു V വേരിയൻറ്റ് ഇന്നോവയാണ്. സിൽക്കി ഗോൾഡ് കളർ. ഈ വണ്ടിയുടെ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ 1,60,000 കിലോമീറ്ററാണ്. ത്രൂ ഔട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സ്പെയർ കീ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നിലവിൽ വണ്ടിയിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് സ്കേർട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം നോക്കുവാണെങ്കിൽ നമ്മളൊരു LED ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോർച്യൂണർ ടൈപ്പ് ഒരു വൈപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. 1,60,000 കിലോമീറ്റർ ഓടിൻ്റെ ചെറിയ ചെറിയ തീരുമാനം അല്ലാതെ
വണ്ടി അത്യാവശ്യം നല്ല നീറ്റിലാണ് വണ്ടി കിടക്കുന്നത്. സീറ്റ് കവേഴ്സും റൂഫും കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ റിവ്യൂ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വില കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2014 മോഡൽ G4 വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 8,75,000 ആണ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി കൊടുക്കാം. അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ 16 ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. നമ്മൾ കേരളത്തിൽ നമ്പറാക്കി തരുമ്പോൾ റേറ്റ് വരുന്നത് 16 ലക്ഷം രൂപയാണ്. അടുത്ത് നോക്കുവാണെങ്കിൽ 2016 മോഡൽ തന്നെ മാനുവൽ ക്രിസ്റ്റ. നമ്മൾ കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയാണ്. അടുത്ത് 2015 മോഡല് ബി വേരിയന്റിൽ വരുന്ന വണ്ടി. ഈ വണ്ടി നമ്മൾ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 11 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.